വാഹന ഉടമ മനാഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മനാഫ്, താങ്കൾക്ക് സഹോദര തുല്യനായിരുന്നു അർജുൻ. താങ്കൾ അത് പലതവണ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ അപകടമുണ്ടായി ഇത്രയും ദിവസം ആ തെരച്ചിലിന്റെ ഘട്ടത്തിൽ പലയിടങ്ങളിൽ പലപ്പോൾ താങ്കളെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ കണ്ണ് നിറഞ്ഞങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് താങ്കൾ ഓരോ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുമ്പോഴും വിങ്ങിപ്പൊട്ടി താങ്കളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടിരുന്നു. ഇത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ പോലും താങ്കൾക്ക് സഹിക്കാനാകുന്നുണ്ടായിരുന്നില്ല. കടന്നുപോയ ശ്രമകരമായ ദിവസങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളൊക്കെ മനസ്സിലേക്ക് വന്നതാകും. ഇത്രയും ദിവസത്തെ പരിശ്രമം അർജുനെ ജീവനോടെ കണ്ടെത്താനായിട്ടില്ലെങ്കിൽ പോലും എന്ത് സംഭവിച്ചു എന്ന് അറിയുന്ന ഒരു നിമിഷം വരെ അത് എത്തിക്കാൻ കഴിഞ്ഞു. എന്തു തോന്നുന്നു ഇപ്പോൾ? തീർച്ചയായിട്ടും ഞാൻ മാനസികമായിട്ട് തയ്യാറായിന്. ഈ ലോറി പൊന്തിക്കുമ്പോ മനസ്സിന് ധൈര്യം തരണ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിന്. പക്ഷെ ഈ കഴിഞ്ഞ 71 ദിവസം എന്റെ മനസ്സിലൂടെ അങ്ങനെ അങ്ങോട്ട് കടന്നു പോയപ്പോ ഞാൻ അനുഭവിച്ച വേദന, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന. ഒരു സാധാരണക്കാരന് പൊരുതാവുന്നതിന്റെ പരമാവധി പൊരുതിക്കിന് ഈ വിഷയത്തില്. പല കോണുകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോഴും തളർന്നില്ല. അങ്ങനെ ഈ സമയം പോലും ഞാൻ ഈ ഗംഗാവലി പുഴന്റെ സൈഡിൽ നിൽക്കുക. തീർച്ചയായും കേൾക്കുന്നുണ്ട് മനാഫ്. ഞാൻ കണ്ണോണ്ട് ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അർജുന്റെ ലോറി ഇപ്പൊ കരക്കൽ വെച്ച് നിൽക്കുന്നുണ്ട്. ഹലോ, ഞാൻ അന്ന് മുതൽ പറയുന്നുണ്ട് എന്റെ ലോറിക്ക് അധികം പരിക്കുകൾ ഉണ്ടാവില്ല, ചിന്നി ചിതറിയിട്ടുണ്ടാവില്ല എന്റെ ലോറി. അതിന്റെ ഉള്ളിൽ അർജുനുണ്ട്, ആ ശരീരം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ആദ്യം സിഗ്നൽ കിട്ടിയ ഭാഗം തിരയാൻ കാരണം ഗംഗാവലി പുഴയിലേക്ക് എങ്ങാനും അർജുന്റെ ലോറി പോയിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ് ആദ്യം സാധ്യത ഉള്ള സ്ഥലം മണ്ണാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എല്ലാവരും എത്തിയത്. അങ്ങനെയാണ് മണ്ണിൽ തെരഞ്ഞത്. പിന്നെ എന്താ ഞാൻ പറയാന്നറിയില്ല. ഹലോ, നമ്മൾ ലൈഫില് ഈ 71 ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല. അത്രമാത്രം പ്രയാസപ്പെട്ടു പോയിക്കും. ഓരോ കുറ്റപ്പെടുത്തലുകൾ കാണുമ്പോ ഇന്നലത്തെ ഒരു ഏതോ ഒരു ചാനലിൽ നമ്മളെ സ്പെയർ പാർട്സ് അല്ല എന്ന് പറയുമ്പോ താഴെ കമന്റ് കേൾക്കുകയാണ്, അതെങ്ങനെ എന്റെ സ്പെയർ പാർട്സ് കിട്ടുക? അതിന് അർജുന അവിടെ അല്ലല്ലോ, ഈ എവിടെ കൊണ്ടുപോയി കൊന്നിട്ടില്ലേ? ഹലോ, ഇതൊക്കെ ഞാന് കേൾക്കേണ്ടി വന്ന ആളാ. എന്റെ ഫാമിലിക്കും അർജുന്റെ ഫാമിലിക്കും ഉണ്ടായ വേദനകള് ജനങ്ങൾ മനസ്സിലാക്കണം. കുറ്റപ്പെടുത്താൻ എളുപ്പ, അത് തെളിയിക്കാൻ ഇന്ന് അവസാനത്തെ ദിവസമായിട്ട് അർജുന്റെ അവസാനത്തെ ദിവസം ഇന്നും കൂടി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് കാലം കൂടി കുറ്റക്കാരനായിട്ട് നിൽക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അതൊന്നും തൽക്കാലം ദൈവം മോചനം നൽകി. തീർച്ചയായും അങ്ങനെ ഒരുപാട് വിഷമങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് മനാഫിന്. മനാഫ്, ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും ഒക്കെ വന്നു. ഈ പറയുന്നത് പോലെ മനാഫ് ഈ ലോറി കണ്ടെത്താനാണോ ഇവിടെ തുടരുന്നത് എന്ന് പോലും ചോദിച്ചവരുണ്ട് ആദ്യഘട്ടത്തിൽ. ലോറിയാണോ തടിയാണോ വേണ്ടത്? ഏറ്റവും ഒടുവിൽ താങ്കൾ ഈ പറയുന്ന അതിക്രൂരമായ കമന്റുകളും കുറ്റപ്പെടുത്തലുകളും പോലും കേൾക്കേണ്ടി വന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകണം, അങ്ങനെ അങ്ങ് തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? മാഡം, ഇപ്പൊ ഗംഗാവലി പുഴന്റെ സൈഡിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട് ഈ വണ്ടി. ആർക്ക് വന്ന് വേണമെങ്കിലും പരിശോധിക്കുക. ഇതിൽ കള്ളപ്പണുണ്ടോ ചന്ദനുണ്ടോ എന്ത് വേണമെങ്കിലും പരിശോധിക്കുക. എന്തൊക്കെ കേൾക്കേണ്ടി വന്ന് ഞാന്. ഹലോ, പക്ഷെ തളരാനും തകർക്കാനും കഴിയാത്ത അത്ര വിശ്വാസം എനിക്ക് അർജുന് നൽകിയിട്ടുണ്ടായിരുന്നു. ഏത് സമയവും ആരോ വന്ന് മനസ്സിലൊരു ധൈര്യം തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഇതിനെത്തിക്കാൻ കഴിയും. ഹലോ, ഒരു ശരീരം അവരെ വീട്ടിലേക്ക് ഒരു വിരലെത്തിക്കാന്ന് വരെ വിചാരിച്ചു പോയ ദിവസങ്ങളുണ്ട്. പക്ഷെ
നല്ല പൂർണ്ണമായ ശരീരം തന്നെ അവന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. തീർച്ചയായും മനാഫ് ഒന്നും കളവായിരുന്നില്ല എന്ന് തെളിയുകയാണ്. കാരണം താങ്കൾ ആ ലോറിക്ക് കേടുപാട് പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം ആ ടാങ്കർ ലോറിയുടെ എത്ര ഭാഗങ്ങൾ എത്ര അടുത്ത് നിന്നാണ് കണ്ടെത്തിയെന്ന്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ആ ഒരു പൂർണ്ണ ലോറിയായിട്ടാണ് അർജുന്റെ വാഹനം കരയിലേക്ക് എത്തുമ്പോൾ ഉള്ളത്. ഒരു വീല് പോലും അടർന്നു മാറിയിട്ടില്ല. ആ ക്യാബിന്റെ രൂപമായി തന്നെയുണ്ട്. താങ്കൾ നേരത്തെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ, അത് മനസ്സിലുള്ള ഓരോ മലയാളിക്കും ആ ക്യാബിൻ പൊക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് അർജുന്റെ വാഹനമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ആ ക്യാബിൻ ഉണ്ടായിരുന്നു. താങ്കൾ അനുഭവിച്ചതിന് ഒക്കെയും ഒരു ഫലമുണ്ടായി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒന്നും കളവായിരുന്നില്ല എന്ന് തെളിയുന്നു. ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ച് നാട്ടിലെത്താൻ കഴിയുന്നതിനെ എങ്ങനെ കാണുന്നു? അർജുനൊപ്പം തന്നെ ആയിരിക്കുമോ മടക്കം? ഇനിയും ദൗത്യം തീർന്നിട്ടില്ല. ഞാൻ നാളെ മുതൽ ജഗന്നാഥന്റെ മക്കൾക്കും വേണ്ടി തിരയേണ്ടിട്ടുണ്ട്. ലോകേഷിന്റെ ഫാമിലിക്കും വേണ്ടി തിരയുണ്ട്. ഞാൻ നിങ്ങളെ മാധ്യമത്തിനോട് പറയാണ്, നാളെ ഈശ്വർ മൽപ്പ വരും. ഞാൻ വിളിച്ചിക്കണ്, വരണം. ജഗന്നാഥന്റെ ഫാമിലിന്, ലോകേഷിന്റെ ഫാമിലിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങ് തട്ടിക്കളയാൻ കഴിയൂല അയാൾക്ക്. നാളെ രാവിലെ അയാൾ എത്തും. നമ്മൾ വീണ്ടും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇതാവുള്ളൂ. ഞാൻ അർജുന്റെ കൂടെ വരും. പക്ഷെ നാളെ അർജുന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ജഗന്നാഥന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. നമ്മള് എന്താ ബിയോണ്ട് ദ ബോർഡേഴ്സ്, അതായത് നമ്മളെ വെറും ഒരു കേരളത്തിന്റെ ഉള്ളിൽ തളച്ചിടാൻ കഴിയൂല. ഇതൊക്കെ നമ്മളെ ആളുകളാ പോയത്. അപ്പൊ അവർക്കും വേണ്ടിയിട്ട് ഇവിടെ തന്നെ നാളെ ഉണ്ടാവും. അർജുൻ സഹോദര തുല്യനാണെന്ന് താങ്കൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അവിടെ ഇങ്ങനെ തുടർന്ന് അതിൽ ഒരു തുമ്പുണ്ടാക്കാൻ കാത്തു നിന്നത് അതുകൊണ്ടും ആയിരുന്നു. ഇതിപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടുന്ന സമയം ഇതിനു മുൻപ് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ പോലും ആ സമയം എത്തിയിരിക്കുകയാണല്ലോ. എത്ര വലിയ നഷ്ടമാണ്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന സൗഹൃദം, ബന്ധം, അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. ഒന്നെന്താ പറഞ്ഞാല് അവന് പ്രാരാബ്ദങ്ങളേ ഉള്ളതിനും. അപ്പൊ ആ പ്രാരാബ്ദത്തിൽ ജീവിച്ച ആള്, അപ്പം ആദ്യമായിട്ട് ഞാൻ ഈ അപകടം കേൾക്കുമ്പം അവൻ പറഞ്ഞ പ്രാരാബ്ദങ്ങളാ ഓർമ്മ വന്നത്. അവൻ ബാക്കി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അവന്റെ പെങ്ങളെ കല്യാണം, അതൊക്കെ നടക്കുകയായിരിക്കും, അല്ലെ പറയാ. ഒരുപാട് പ്രാരാബ്ദമുള്ള ആളായിരുന്നു അവന്. അതൊക്കെ ഒരു എന്താ പറയാ ബാക്കിയാക്കി പോയി. എന്നാലും നല്ല സൗഹൃദമാണ്. ഫാമിലി ആയിട്ടും നല്ല ബന്ധമാണ്. എന്റെ അനിയനായിട്ടും നല്ല ബന്ധമാണ്. എന്നെക്കാൾ കൂടുതൽ ബന്ധം എന്റെ അനിയനായിട്ടാണ്. എന്നെ ഒരു ബഹുമാനാണ്. അനിയനായിട്ട് ഒരു സൗഹൃദമാണ്. അപ്പം എന്തായാലും അച്ഛനും അമ്മക്കും കൊടുത്ത വാക്ക് നിറവേറ്റാൻ കഴിഞ്ഞ് അതൊരു സമാധാനമുണ്ട്. എന്തായാലും പിന്നെ നമ്മള് മലയാളികള് എല്ലാരും പ്രാർത്ഥന, അതേമാതിരി മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ ആയിക്കോട്ടെ, KC വേണുഗോപാൽ സാർ ആയിക്കോട്ടെ, MP രാഘവൻ സാർ ആയിക്കോട്ടെ, AK അഷ്റഫ് സാർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരുപാട് പ്രയത്നിച്ചിരിക്കണം ഇതിന്റെ പിന്നിൽ. അങ്ങനെയാണ് കർണാടക ഗവൺമെന്റിന് ഇത്ര പ്രഷർ ഇടാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ചോദിച്ചത്, ഈ ലോറിന്റെ ഡ്രൈവർക്കാണോ മുതലാളിക്കാണോ ഇത്ര പവർ എന്ന്. കാരണം അങ്ങനെ ആളുകളെ കൊണ്ട് വിളിപ്പിക്കാൻ കഴിഞ്ഞിരിക്കണേ നമുക്ക്. അപ്പൊ ഒരു അന്തം വിട്ടുപോവാണ്. ഓർക്കൊന്നും ഇത് ചിന്തിക്കാൻ കഴിയില്ല. ഇങ്ങനൊക്കെ ആളുകള് വേറെ സ്റ്റേറ്റിലുള്ളവര് വിളിക്കൂല. പക്ഷെ മലയാളിക്കും വേണ്ടിയിട്ട് എന്തായാലും ഇവിടുത്തെ നേതാക്കന്മാര് മുന്നിട്ട് ഇറങ്ങും. അതിന്റെ പ്രഷർ, അതിന്റെ ഒരു വിജയമാണ് ഇപ്പത്. പിന്നെ മാധ്യമ പ്രവർത്തകര്, ഇപ്പൊ ബൈജേട്ടന് ഈ വിഷയത്തിൽ നമ്മളെ കൂടെ, നിങ്ങളെ റിപ്പോർട്ടർ ബൈജേട്ടനൊക്കെ രാവും പകലും
അതെ. ഇതിന്റെ കാലാവസ്ഥകളൊക്കെ തരണം ചെയ്ത് ബൈജേട്ടനൊക്കെ നിന്നിക്കണ്, നിങ്ങളെ മാധ്യമം നിന്നിക്കണ്. എല്ലാവർക്കും മറ്റു മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നത്. ഈ കാലാവസ്ഥനോട് അവരെല്ലാരും പൊരുതി അതിന്റെ വിജയമാണ് ഇപ്പൊ ഈ കാണുന്നത്. ശരി, വളരെ നന്ദി മനാഫ്. ബാക്കി കടമകൾ താങ്കളുടെ മനസ്സ് പറയുന്ന അത്രയും അവിടെ നിന്ന് ചെയ്യാൻ കഴിയട്ടെ. ഇത്രയധികം പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്താണ് താങ്കൾ അവിടെ നിന്നത്. എന്തായാലും താങ്കൾക്ക് തലയുയർത്തിപ്പിടിച്ച് തന്നെ തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. ആ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അർജുനൊപ്പം എത്തും കേരളത്തിലേക്ക്. പക്ഷേ വീണ്ടും ലോകേഷിനും ജഗന്നാഥിനുമായുള്ള തെരച്ചിലിൽ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യും എന്നതാണ് വാഹന ഉടമ മനാഫ് പറഞ്ഞത്. ഒരു മനുഷ്യനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിൽ വരെ വലിയ രീതിയിൽ ആക്രമണം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ കേൾക്കേണ്ടി വന്ന ഒരു അനുഭവം കൂടിയാണ് മനാഫ് നമ്മളോട് പങ്കുവച്ചത്. ബൈജു നമുക്ക്